10 മിനിറ്റ്, വെറും 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ മുനമ്പത്തുള്ളൂ എന്ന് ആവേശത്തോടെ പ്രസംഗിച്ച വി.ഡി. സതീശൻ ഇപ്പോൾ ശരിക്കും ഒരു പത്മവ്യൂഹത്തിലാണോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന സതീശന് മുന്നിൽ ഫയലുകൾ എത്തുന്നതിന് മുമ്പേ വഖഫ് ബോർഡ് ഒരു ഡിജിറ്റൽ സ്ഫോടനം നടത്തിക്കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അധികാര കൈമാറ്റത്തിൻ്റെ ആ നടുരാത്രിയിൽ കഴിഞ്ഞ മെയ് 16 നടന്ന ആ നിഗൂഢ നീക്കം ആരുടേതായിരുന്നു? മുൻ LDF സർക്കാർ പുതിയ മുഖ്യമന്ത്രിക്ക് വേണ്ടി കുഴിച്ചുവെച്ച കെണിയാണോ ഇത്? അതോ കേന്ദ്ര സർക്കാർ അറിയാതെ നടന്ന വലിയൊരു വഖഫ് രജിസ്ട്രേഷൻ അട്ടിമറിയാണോ? സത്യപ്രതിജ്ഞയ്ക്ക് 48 മണിക്കൂർ മുമ്പ് മുനമ്പത്തെ 100 കണക്കിന് ഏക്കർ ഭൂമി കേന്ദ്ര പോർട്ടലിൽ വഖഫ് സ്വത്തായി മാറിയപ്പോൾ തോറ്റത് സതീശൻ മാത്രമല്ല, നീതി പ്രതീക്ഷിച്ച ഒരു ജനത കൂടിയാണ്. വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയുടെ തുറന്ന വെല്ലുവിളി സതീശന്റെ ഭരണത്തിന് അന്ത്യശാസനമാകുമോ എന്നാണ് അടുത്ത ചോദ്യം. ആരാണ് മുനമ്പത്തെ യഥാർത്ഥത്തിൽ ചതിച്ചത്? കോൺഗ്രസ് ആണോ, ലീഗാണോ, അതോ വഖഫ് ബോർഡാണോ? കേരളത്തിൽ ഞെട്ടിക്കുന്ന ഈ ഭൂമി തർക്കത്തിന്റെ അണിയറ കഥകൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയായ വി.ഡി. സതീശൻ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വന്നു. UDF ചരിത്ര വിജയം നേടി. മെയ് 18 പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ 16 അതായത് കൃത്യം 2 ദിവസം മുമ്പ് വഖഫ് ബോർഡ് അതീവ രഹസ്യമായി ഒരു കാര്യം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഉമീദ് അഥവാ വഖഫ് അസറ്റ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആ പോർട്ടിൽ മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയും വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തു. ഇത് കേവലം ഒരു സാങ്കേതിക നടപടിയല്ല. ഈ പോർട്ടലിൽ ഒരു ഭൂമി കയറി കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി എന്നാണ് അർത്ഥം. മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത സതീശൻ ആദ്യം നേരിട്ടത് ഈ വെല്ലുവിളിയാണ്. ഇത് മുൻ സർക്കാർ എനിക്ക് തന്ന 8ന്റെ പണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണം മാറുന്ന ആ ഒരു സന്ദീക്ഷണത്തിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് CPM നടത്തിയ രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് സതീശൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ സത്യം അത് അത്ര ലളിതമാണോ? മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് വഖഫ് ബോർഡ് ചെയർമാനായ KS ഹംസ രംഗത്തെത്തിയത്. ഹംസയുടെ വാക്കുകളിൽ സതീശൻ ഒരു പാവം മുഖ്യമന്ത്രി മാത്രമാണ്, പുകി മുഖ്യമന്ത്രി. ഹംസയുടെ വാദങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് പരിശോധിക്കാം. കേന്ദ്രത്തിൻ്റെ കർശന നിർദ്ദേശം, അതായത് മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം രാജ്യത്തെ എല്ലാ വഖഫ് സ്വത്തുകളും ഡിജിറ്റൈസ് ചെയ്യണം. മെയ് 17 ഇതിൻ്റെ അവസാന തീയതി. ആ തീയതി തെറ്റിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ ലഭിക്കും. അപ്പോൾ മെയ് 16 മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്തത് നിയമപരമായ ബാധ്യത മാത്രമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ മുത്തവല്ലിയുടെ അസാന്നിധ്യം. സാധാരണഗതിയിൽ ഭൂമിയുടെ സൂക്ഷിപ്പുകാരായ മുത്തവല്ലിമാരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ മുനമ്പത്ത് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 പ്രകാരം ബോർഡ് നേരിട്ട് അത് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അടുത്ത ആരോപണം നോക്കാം. 10 മിനിറ്റ് തിയറിയാണ്. അതായത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ ഇത് സതീശൻ്റെ വീടിൻ്റെ ആധാരമല്ല എന്ന പരോക്ഷ പരിഹാസമാണ് ഹംസ നൽകിയത്. സുപ്രീം കോടതി വരെ നീളുന്ന നിയമപരമായ നൂലാമാലകളെ സതീശൻ നിസ്സാരവൽക്കരിച്ചു എന്നാണ് ഹംസയുടെ പക്ഷം. വഖഫ് ബോർഡ് ചെയർമാൻ പുറത്തുവിട്ട വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി. മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചത് മുസ്ലിം ലീഗോ വഖഫ് ബോർഡോ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ കൂടിയാണെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. എന്തോ ആകട്ടെ, ഇത് ഇവരുടെ രാഷ്ട്രീയ കളിയോ നേട്ടമോ എന്തോ ആകാം. പക്ഷേ ആ കുടുംബങ്ങളുടെ അവസ്ഥ എന്തായാലും 1950 സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് വഖഫായി നൽകിയതാണ് ഈ ഭൂമി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇത് വഖഫ് അല്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് നേതാവായിരുന്ന TV പോളാണ് പലർക്കും ഈ ഭൂമി വിറ്റഴിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ലോബിയെക്കുറിച്ച് സതീശൻ മിണ്ടുന്നില്ല. നിയമപരമായി വഖഫായ ഒരു സ്വത്ത് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ എങ്ങനെ ഈ ആധാരങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്നു? ഇതിൽ അന്നത്തെ സർക്കാരുകളുടെ പങ്ക് എന്താണ്? അതൊക്കെ പോട്ടെ. മറുഭാഗത്ത് BJP ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. BJP ഉയർത്തുന്ന ആരോപണം വളരെ വ്യക്തമാണ്. സതീശൻ ക്രിസ്ത്യൻ സമുദായത്തെയും തീരദേശവാസികളെയും വഞ്ചിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് കിട്ടാൻ വേണ്ടി സഭാപിതാക്കന്മാരെയൊക്കെ പോയി കണ്ട് സതീശൻ വാഗ്ദാനങ്ങളൊക്കെ വാരിക്കോരി നൽകി. എന്നാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഭയന്ന് അദ്ദേഹം ഒളിച്ചോടുന്നു.
വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ് BJPയുടെ ചോദ്യം. വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്തവരാണ് സതീശനും കൂട്ടരും. ഇപ്പോൾ അതേ വഖഫ് നിയമം സതീശന്റെ കഴുത്തിന് പിടിക്കുമ്പോൾ അദ്ദേഹം LDFനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. ഈ രണ്ട് കൂട്ടരും പരസ്പരം തമ്മിലടിച്ച് അവരുടെ കുറ്റം മറ്റൊരാളുടെ മേത്ത് ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വഴിയാധാരമാകുന്നത് എത്ര കുടുംബമാണ്? ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതാണോ മുനമ്പം പ്രശ്നം? ഒരിക്കലുമല്ല. വഖഫ് ട്രിബ്യൂണൽ, അതായത് ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പ്രത്യേക ട്രിബ്യൂണലുണ്ട്. അപ്പോൾ ഹൈക്കോടതിക്കോ സർക്കാരിനോ ഇതിൽ നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ട്. എന്നാൽ മുനമ്പത്തെ ജനങ്ങളുടെ കയ്യിൽ കരമടച്ച രസീതുണ്ട്. പക്ഷേ ആധാരത്തിൻ്റെ അടിസ്ഥാനം അഥവാ സോഴ്സ് ഓഫ് ടൈറ്റിൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് വഖഫാണെന്ന് വന്നാൽ ഈ ആധാരങ്ങളൊന്നും നിലനിൽക്കില്ല. പിന്നെ കേന്ദ്ര പോർട്ടലിൻ്റെ കാര്യം പറയാം. ഒരിക്കൽ ഡിജിറ്റൽ റെക്കോർഡിൽ വഖഫ് എന്ന് വന്നാൽ അത് മാറ്റാൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് അനുമതി വേണ്ടിവരും. ഇത് സതീശൻ പറഞ്ഞതിനേക്കാൾ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. ഇവർ പലരും ഇതിൻ്റെ ആ ഒരു ഭീകരത ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. വഖഫ് ബോർഡിൻ്റെ കാലാവധി 5 വർഷമാണ്. പിണറായി സർക്കാർ നിയമിച്ച ബോർഡിനെ പിരിച്ചുവിടാൻ സതീശന് നിയമപരമായി സാധിക്കില്ല. ഹംസയെപ്പോലെ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ ഭരണയന്ത്രം സതീശൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വമ്പൻ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. UDFനെ സംബന്ധിച്ച് മുനമ്പം ഒരു വലിയ പ്രതിസന്ധിയാണ്. UDF എന്നല്ല, ആര് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നാലും അവർക്ക് പ്രതിസന്ധിയാണ്. ഒരു വശത്ത് ക്രിസ്ത്യൻ സമുദായവും ലത്തീൻ രൂപതയും, മറുവശത്ത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും. മുനമ്പം നിവാസികൾ ഭൂമി വിട്ടുകൊടുക്കണമെന്ന ലീഗിന് പരസ്യമായി പറയാൻ സാധിക്കില്ല, കാരണം അത് വഖഫ് നിയമത്തിന് വിരുദ്ധമാകും. എന്നാൽ സതീശന് ക്രിസ്ത്യൻ വോട്ടുകൾ നിലനിർത്തുകയും വേണം, ഇവരെ കൈവിടാനും പറ്റില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ സർക്കാസങ്ങൾക്കിടയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് മുനമ്പത്തെ 100 കണക്കിന് കുടുംബങ്ങളാണ്. കരമടയ്ക്കാൻ കഴിയുന്നില്ല, ലോൺ എടുക്കാൻ കഴിയുന്നില്ല, വിൽക്കാൻ കഴിയുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു അശ്രദ്ധ പോലും കേരളത്തിന് വലിയൊരു വർഗീയ ധ്രുവീകരണത്തിന് വഴിതെളിച്ചേക്കാം. കാരണം 2 മതങ്ങളാണ് ഓപ്പോസിറ്റായി നിൽക്കുന്നത്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി എന്തായാലും മുനമ്പം വിഷയവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ കുരുക്കായി മാറിയിരിക്കുകയാണ്. വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയുടെ ധിക്കാരപരമായിട്ടുള്ള സമീപനം, മുൻ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സതീശനെ ശരിക്കും പറഞ്ഞാൽ പ്രതിരോധത്തിലാക്കി, അതിലുപരി ആ കുടുംബങ്ങളെ. എന്നാലും ഇത് കേവലം ഒരു ഭൂമി തർക്കമല്ല, ഇത് ഭരണഘടനയും വഖഫ് നിയമവും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. ഇതൊരു മുഖ്യമന്ത്രിയുടെ വാക്കിൻ്റെ വില അളക്കുന്ന തട്ടകമാണ്. മുനമ്പത്തെ ആ പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തം മണ്ണിൽ മരിക്കാനുള്ള അവകാശം സതീശൻ നേടിക്കൊടുക്കുമോ? അതോ വഖഫ് നിയമങ്ങളുടെ ഇരുട്ടറയിൽ ആ ജീവിതങ്ങൾ ഹോമിക്കപ്പെടുമോ? കേരളം കാത്തിരിക്കുകയാണ്. സതീശൻ്റെ ആ 10 മിനിറ്റ് എന്താണെന്ന് കാണാൻ, മുനമ്പം വിഷയത്തിൽ സതീശൻ എടുത്ത നിലപാട് എന്താകുമെന്നറിയാൻ, വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന ആവശ്യം ന്യായമാണോ എന്നറിയാൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, തീർച്ചയായും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ആ കുടുംബങ്ങൾക്ക് നീതി കിട്ടാൻ നമ്മളെങ്കിലും അവരോടൊപ്പം നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടേതോ?